പലരും ചോദിക്കുന്ന ചോദ്യമാണ് സ്റ്റെൻഡിങ് ആണോ ബൈപ്പാസ് ആണോ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടിനും അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. ഒരു സ്റ്റെൻഡിങ് ചെയ്യുന്ന രോഗിക്ക് ബൈപ്പാസ് ചെയ്യാൻ ആക്ച്വലി ഇൻഡിക്കേഷൻ ഇല്ല. കാരണം സ്റ്റെൻഡിങ് ചെയ്യുന്നത് സാധാരണ ഒന്നോ അതോ രണ്ടോ ബ്ലോക്ക് ഉള്ളപ്പോഴാണ് സാധാരണഗതിയിൽ സ്റ്റെൻഡിങ് ചെയ്യുന്നത്. ബൈപ്പാസ് സാധാരണഗതിയിൽ മൾട്ടിപ്പിൾ ബ്ലോക്സ് ഉള്ള സമയത്താണ് നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ. അപ്പോൾ ഈ പ്രമേഹ രോഗികൾക്കുള്ള ഒരു മൾട്ടിപ്പിൾ ബ്ലോക്സ് വന്നാൽ അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ബൈപ്പാസ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ പലരും പ്രോബ്ലം എന്താ പറ്റുന്നത് വെച്ചാൽ ബൈപ്പാസ് നിർദ്ദേശിച്ച വ്യക്തികൾ സ്റ്റെൻഡിങ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഒരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റ്, ഒരു ദീർഘകാലത്തിൽ നല്ല ഫലം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതേസമയം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ ബൈപ്പാസ് ചെയ്യുകയാണെങ്കിൽ ദീർഘകാലം നല്ല ഔട്ട്കം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ സ്റ്റെൻഡിങ് ചെയ്യേണ്ട വ്യക്തികൾ സ്റ്റെൻഡിങ് ചെയ്യുക. ബൈപ്പാസ് ഉപദേശിക്കപ്പെടുന്ന രോഗികൾ സ്റ്റെൻഡിങ് ചെയ്യാതിരിക്കുക. കാരണം ബൈപ്പാസ് പറഞ്ഞ രോഗികൾ സ്റ്റെൻഡിങ് ചെയ്താൽ അതിൻ്റെ ദീർഘകാല റിസൾട്ട് നല്ലതായിരിക്കില്ല. 1-2 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്, വീണ്ടും ഒരു പ്രൊസീജിയർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ബൈപ്പാസിനും സ്റ്റെൻഡിങ്ങിനും രണ്ടിനും വേറെ വേറെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്.